ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മുടെ വീഡിയോ ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോ ആണ്. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയർ ഈ ചുരുണ്ട് മുകളിലേക്ക് കയറി കിടക്കുന്നതിന്റെ കുറച്ച് റീസൺസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാറ്റിയെടുക്കേണ്ട കുറെ കാര്യങ്ങൾ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ തന്നെയാണ് എന്നും പറയുന്നത്. നമ്മൾ ഈ ഒരു ഡ്രൈ ഫ്രിസി ആയിട്ടുള്ള ഹെയർ എപ്പോഴും ഇങ്ങനെ ചുരുണ്ട് മുകളിലേക്ക് കയറുക, നമുക്ക് കറക്റ്റ് അല്ലാത്ത ഭാഗം വരിക താഴ്ഭാഗത്തേക്ക് വരുന്ന ഒരു ഏരിയ ആണ്. അതായത് നമ്മുടെ ഷോൾഡർ കഴിഞ്ഞ് കുറച്ച് താഴേക്കുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് പിന്നൊന്ന് നോക്കുമ്പോൾ ഭയങ്കര ബോറായിട്ട് തോന്നും. അതായത് ഭയങ്കര ഒരു ചകിരി പോലെ തന്നെ ആയിട്ട് വിട്ട് നമ്മൾ ചകിരിയൊക്കെ പിന്നെ എങ്ങനെ ഉണ്ടാവും അതുപോലെ കിടക്കുക നമ്മളെ ഒരു മുടിയുടെ താഴ്ഭാഗത്തേക്കാണ്. ഇവിടേക്ക് വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ വരുന്നതിന്റെ ഒരു റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുടിയിൽ കായ വരും. മുടിക്കായ എന്ന് പറയും. ചെറിയ ചെറിയ ഒരു ബ്ലാക്ക് മുത്ത് പോലത്തെ ചെറിയ പോയിന്റ് പോലെ ഉണ്ടാവും. ഒരു ഡോട്ട് ഇട്ട പോലെ നമ്മൾ ആ മുടീന്റെ മുകളിൽ അതിന്റെ മുകളിൽ ഒരൊറ്റ എന്നൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളെ ഹെയർ അത് നമ്മൾ ശ്രദ്ധിക്കാതെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വന്നു കഴിഞ്ഞാൽ നമ്മളെ മുടിക്ക് ഉണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങൾ വന്നേരാ. ഈ ഒരു താഴ്ഭാഗം ഭയങ്കര ഡ്രൈ ആക്കാനും ഫ്രിസി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും പിന്നെ ചകിരി പോലെ ആയി മാറാനും അവിടെ ഭയങ്കരമായിട്ട് ഒരു കേള് വരാൻ വേണ്ടിയിട്ടും കൂടെ ഉള്ള കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പൊ ഇതിന് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോ പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് മുടിക്ക് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതിന്റെ മുന്നേ നമ്മൾ ചലക്കുന്ന എല്ലാ പുതിയ മെമ്പേഴ്സിന് ഹാപ്പി ടു വെൽക്കം ഫാമിലി. ഞാൻ പറഞ്ഞ ഏതൊരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കുക. അതുപോലെ നമ്മൾ ഹെയർ കെയർ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. 1 വീക്കിലേക്ക് ഹെയർ കെയർ ചലഞ്ച് ഒരുപാട് റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും പോയി കണ്ടു നോക്കുക, നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ഭയങ്കര ഡ്രൈ ആയിട്ട് ഒട്ടും നീളാത്ത ഞാനിപ്പോ നേരത്തെ വർണ്ണിച്ച പോലത്തെ ഒരു ഹെയർ ആണെങ്കിൽ എന്ത് കളിച്ചിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പ്ലേലിസ്റ്റ് എന്തായാലും പോയി കാണാം. ഈ ഒരു ഹെയർ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ അത് കറക്റ്റ് ഒരു ബുഷ് ആയിട്ട് ടൈപ്പ് ഹെയർ ആയിരുന്നു. ഇപ്പൊ ഇത്രയും ലെങ്ത് വെക്കാൻ വേണ്ടി ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് 2-3 ഇയർ ഒന്നും കാത്തു നിന്നിട്ട് ചെയ്തു തന്നല്ലോ കേട്ടോ. ഒരു 1 ഇയർ 2 ഇയറിനുള്ളിൽ വന്നാൽ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മുടി നീളും അടിപൊളിയായിട്ട്. അപ്പം ഈ ഒരു കാര്യം എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ സ്പ്ലിറ്റൻസിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞ ഒന്നായിരുന്നു നമ്മൾ ഈ മുടിക്കായ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ കമന്റ് ബോക്സിൽ ഒരുപാട് ചോദിച്ച ചോദ്യമാണ് എന്താണ് അതിന് ചെയ്യുക. ഒരുപാട് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ മുടി ശ്രദ്ധിച്ച് നോക്കുമ്പോഴേക്കും മനസ്സിലാവാം നമ്മൾ ഇതുവരെ സ്പ്ലിറ്റ്നസ് മാത്രമേ നമുക്ക് ഉണ്ടാവുന്നുള്ളൂ. ഈ 1, 2, 3 പോലത്തെ ചെറിയ സ്പ്ലിറ്റൻ ഒക്കെ വന്ന് കിടക്കുന്നു എന്നുള്ളത് നോക്കിയിട്ടുണ്ടെങ്കിൽ പക്ഷെ നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ കുഞ്ഞു പോയിന്റ് പോലെ കാണാം. ചിലതെങ്ങനെ വെച്ചാൽ ഒരു ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള കെട്ടായിരിക്കില്ല, കുഞ്ഞു കെട്ട് പോലെ വന്നിരിക്കും. നിങ്ങൾ നല്ല നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നെങ്കിൽ അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ചെറിയ പോയിന്റ് പോലെ ആയിട്ടുണ്ടാവുക. ഇതെന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. ഇത് നമ്മളിപ്പോൾ നനഞ്ഞ മുടി കെട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇത് സ്പ്രെഡ് ആവുമെന്ന് പറയുന്നത് സയന്റിഫിക്കലായിട്ട് കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സ്പ്രെഡ് ആവുന്നുണ്ട്. സ്പ്രെഡ് ആവുമെന്ന് പറഞ്ഞാൽ വെച്ചാൽ നമ്മൾ ചിലപ്പം പാർലറിലൊക്കെ പോയിട്ട് നമ്മൾ കത്രിക യൂസ് ചെയ്യുന്നുണ്ടല്ലോ, സിസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അതുവഴി ഇത് സ്പ്രെഡ് ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മൾ ഈ നനഞ്ഞ മുടി കെട്ടി വെക്കുന്ന ഒരു പ്രശ്നം വരുന്നത്. അതുപോലെ നമ്മൾ ഈ കൂടുതൽ ഓയിൽ അപ്ലൈ ചെയ്യുമല്ലോ, ഓയിൽ അപ്ലൈ ചെയ്തിട്ട് അത് അതേപോലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷാമ്പൂ വാഷും ചെയ്യാണ്ട് അതുപോലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡസ്റ്റും കൂടെ അടിഞ്ഞിട്ട് അവിടെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ പോലെ ആയിട്ടാണ് ഈ ഒരു കായ വരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ ഹെയർ ഡ്രൈ ആക്കാൻ നോക്കാതെ ഡ്രയർ വെച്ച് ഡ്രൈ ആക്കണം എന്നുള്ള പറയുന്നത്. നല്ല രീതിയിൽ തോർത്തിന് ശേഷം നമ്മൾ മുടി കുറച്ച് കാറ്റ് കൊള്ളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. കൂടുതൽ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയാൻ ഇത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ നന്നെ മുടി കെട്ടി വെക്കുക, ചില ആളുകൾ പിന്നി വെക്കും, നന്നെ മുടി കോംബ് ചെയ്യുക, ഇങ്ങനത്തെ പരിപാടിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതെന്തായാലും അത് സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പാർലറിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിസേഴ്സ് യൂസ് ചെയ്യും. അവർ കട്ട് ചെയ്യുന്നത് പല ആളുകൾ ഉപയോഗിച്ച് സാധനം തന്നെയൊക്കെ എല്ലാവർക്കും ഉപയോഗിച്ച് നമുക്ക് ഒരാൾക്ക് നിന്ന് മാറ്റിയെടുക്കാന്ന് കഴിയില്ല. ചിലപ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ മുന്നേ വന്ന ആൾക്ക് ചിലപ്പോൾ ഇത് ഉണ്ടെങ്കിൽ നമുക്ക് അത് സ്പ്രെഡ് ആവാൻ ഈ തെമ്പത്തേക്ക് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ നമ്മളെ വീട്ടിലുള്ള ആളുകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ആവുമെന്ന് പറയുന്നുണ്ട്. അത് കറക്റ്റ് എങ്ങനെയാണെന്നുള്ള എനിക്ക് അറിയില്ല. ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഇതിനെപ്പറ്റി അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്ത് വെച്ചിട്ടാണ്. അപ്പം നിങ്ങൾ അങ്ങനെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നോക്കുക നിങ്ങൾക്ക് അങ്ങനെ വരികയാണെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മുടി നിങ്ങളുടെ മുടി ഊർന്നൂർന്ന് പോവുകയാണ്. അതായത് ഭയങ്കര നീളത്തിലാണ് നിങ്ങളെ മുടി പൊട്ടിപ്പോകുന്നതെങ്കിൽ അത് നോർമൽ ആയിട്ടുള്ള ഹെയർ ഫോൾ ആയിരിക്കും. നമുക്ക് ചിലപ്പോൾ ഡാൻഡ്രഫ് വന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ കൊണ്ടായിരിക്കും നമുക്ക് മുടി പൊഴിഞ്ഞു കൊണ്ടുപോകും. അല്ലാതെ നിങ്ങളുടെ മുടി പൊട്ടി പോകുന്നതാണ് നിങ്ങൾ ആ മുടി എടുത്ത് നോക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ പൊട്ടി പോവുകയാണെങ്കിൽ ഈ ഒരു മുടിക്കായ പോലത്തത് നിങ്ങളെ ഹെയറിൽ ഉണ്ടോ നോക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ മുടി പൊട്ടിപ്പോകും. അവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് നിന്ന് മുടി നമ്മളെ പൊട്ടിപ്പോകും. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അപ്പോഴും വിചാരിക്കില്ല വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും കൂടുതലായിട്ട് മുടി പൊന്തി കിടക്കുന്നത് കണ്ട ഈ താഴ്ഭാഗത്തേക്ക് വരുമ്പോഴേക്ക് മുടി പൊന്തി കിടക്കുന്നത് വേണം നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ ഹെയർ ഒന്ന് നോക്കി നോക്കുക. മുടിക്കായ വന്നിട്ടുണ്ടോന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു മുടി പൊട്ടിപ്പോകും. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മുടിക്കായ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം വെച്ചാൽ ആ മുടിക്കായ വന്നു കഴിഞ്ഞ ഏരിയ തൊട്ട് ഒരു കേട് പോലെ വരും. ഒരു പ്രത്യേക ഒരു വളവുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മുടെ മുടി നമ്മൾ കോംബ് ചെയ്ത് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ വല്ലാണ്ട് ഇങ്ങനെ പൊന്തി ബുഷായിട്ട് നിൽക്കുക. അതിലൊക്കെ മുടിക്കായ വന്നിട്ടുണ്ടാകുന്നതിനെ കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ ഒരു പ്രശ്നം വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പൊട്ടിപ്പോകുന്നതിനെ കൊണ്ട്. അപ്പം ഈ മുടിക്കായ വന്ന ഏരിയ അത്യാവശ്യം കേള് പോലെ നിൽക്കാൻ അതിനുശേഷം വരുന്ന മുടി, അതിന് താഴേക്കുള്ള മുടി കുറച്ച് കേള് പോലെ ആയിരിക്കും ആയിട്ട് വരിക. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. കുറേ മുടിക്കായ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ഡോക്ടറെ പോയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിക്കാൻ കിട്ടും. നിങ്ങളെ ഹെയർ ടൈപ്പ് നോക്കിയിട്ട് വാങ്ങിക്കണം. അതാണ് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞത്.
നമുക്ക് ഹോം റെമഡി ആണെങ്കിൽ ഞാൻ കുറച്ച് പറഞ്ഞുതരാം എന്തൊക്കെയാണെന്നുള്ളത്. അതിന് മുന്നേ ഒരുപാടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അല്ല കുറച്ച് 1, 2, 3 മുടിയിലൊക്കെ ആണെങ്കിൽ അത് എന്തായാലും അതിന് തൊട്ട് പിന്നിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ന് വെച്ചാൽ അത് ഒഴിവാക്കി എടുക്കാം. അല്ലാണ്ട് നമ്മളിപ്പോൾ അത് അതിൽ തന്നെ മുടി നീട്ടുകയാണെങ്കിൽ അത് കുറച്ചും കൂടി മുകളിലേക്ക് കയറി അങ്ങ് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ഹെയർ നീട്ടിയിട്ടും കാര്യമില്ല, എങ്ങനെ മുടിക്കായി വന്നിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. എന്റെ ഹെയറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്റെ ഹെയറിൽ 1, 2, 3 ഹെയറിൽ മാത്രമേ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരുപാടൊന്നും വന്നിട്ടൊന്നുമില്ല. ഞാൻ അങ്ങനെ നനഞ്ഞ മുടി അങ്ങനെ കെട്ടി വെക്കുന്ന പരിപാടി ഇല്ലായിരുന്നു. അല്ലാതെ ബാക്കി പാക്ക് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഞാൻ എന്നിട്ടും എന്താണ് എനിക്ക് അങ്ങനെ വന്നതെന്നുള്ളത് നോക്കിയിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നേ ഒക്കെ ഭയങ്കരമായിട്ട് ഒനിയന്റെ പാക്ക് യൂസ് ചെയ്യുന്നു. നല്ല രീതിയിൽ ഒനിയന്റെ പാക്ക് യൂസ് ചെയ്യുന്നു കേട്ടോ. അപ്പൊ എനിക്ക് മുടിക്കായ പോലത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ഒനിയ യൂസ് ചെയ്യുന്നു, ലെമൺ ജ്യൂസിന്റെ ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നു. ഇപ്പൊ അതൊക്കെ ഭയങ്കര കുറവാണ്. അപ്പം ആ ഒരു ടൈം എനിക്ക് ഒരു മുടിക്ക് ഒരു പ്രശ്നം വന്നിട്ടില്ലായിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് ബാക്കി പാക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഒനിയ ഭയങ്കരമായിട്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് ഉപയോഗിക്കില്ല. മീൻസ് എനിക്കൊരു എരിച്ചിൽ പോലെ ഒരു കണ്ണൊക്കെ നീർന്ന പോലെ തോന്നാൻ തുടങ്ങിയപ്പോൾ ഞാൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പം അതിനുശേഷം എനിക്ക് ഇതേപോലെ ചെറുതായിട്ട് മുടിയുടെ 1, 2, 3 മുടിയുടെ മുകളിൽ ഇങ്ങനെ വന്നു തുടങ്ങി. ദെൻ പിന്നെ ഞാൻ എന്താ വെച്ചാൽ പിന്നെയും ഞാനത് മാറ്റി യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഈ ഒരു മുടിക്കായന്റെ പ്രശ്നം പിന്നെ വരലില്ല. അപ്പൊ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞ ഒരാളെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹെയറിൽ പാക്ക് ഒക്കെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതേപോലെ മുടിക്കായ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ നമ്മൾ വലിയ ഉള്ളൂ, 2 ടൈപ്പ് ഉള്ളി ഉണ്ടല്ലോ. അപ്പോൾ ഒന്നെങ്കിൽ ചെറിയ ഉള്ളി എടുക്കുക അല്ലെങ്കിൽ വലിയ ഉള്ളി എടുക്കുക. നല്ല രീതിയിൽ മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ മൊത്തത്തിൽ മുടിയിൽ അപ്ലൈ ചെയ്യണം. ഒരു ഉള്ളിയൊക്കെ എടുത്താൽ നമുക്ക് മൊത്തത്തിൽ മുടിയിൽ അപ്ലൈ ചെയ്യാനുണ്ടാവില്ല. നിങ്ങൾ കുറച്ച് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഹെയറിൽ മൊത്തത്തിൽ ആക്കാൻ പറ്റുകയാണെങ്കിൽ ആ രീതിയിലാക്കി കൊടുക്കുക. അത് നമുക്ക് ഈ ഒരു വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. ഇനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കർപ്പൂരം എടുക്കുക. കർപ്പൂരവും കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്യാം. ചെറുതായിട്ടൊന്ന് കറക്റ്റ് നല്ല ചൂട് കൊടുത്ത് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ തന്നെ ആ വെളിച്ചെണ്ണ കിടന്നിട്ട് നമ്മൾ ആ കർപ്പൂരം ഒന്ന് അയ്യും. അത് വെച്ചിട്ട് നമ്മൾ എവിടെയാണോ മുടിക്കായുള്ളത് വെച്ചാൽ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരുപാടുണ്ടെങ്കിൽ ആ ഒരു മുടിന്റെ താഴ്ഭാഗത്തേക്കും കൂടുതലുണ്ട്. അവിടെ വെച്ച് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്താ വെച്ചാൽ ഒരു 10-15 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക. അതിനുശേഷം നിങ്ങൾ എന്താ വെച്ചാൽ അതൊന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കുക. സ്റ്റീം ചെയ്യാൻ നമുക്ക് ഒന്നെങ്കിൽ തുണി വെച്ചിട്ട് ആവി കൊള്ളി കൊടുത്തു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ സ്റ്റീം മെഷീനിൽ അത് വെച്ചിട്ട് നിങ്ങൾ സ്റ്റീം ചെയ്തെടുക്കുക. ഭയങ്കര അടുത്തേക്ക് വെച്ചിട്ട് കുറച്ച് വിട്ട് വെച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് നല്ല കോംബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മുടിക്കായുള്ള ഭാഗങ്ങൾ പൊട്ടിപ്പോവും. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ള രീതിയാണ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആര്യവേപ്പിന്റെ ഇല ഉണ്ടല്ലോ, ആര്യവേപ്പിന്റെ ഇല പൗഡർ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലുള്ള തന്നെ എടുക്കുക. വീട്ടിലുള്ള എടുത്തിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡ്രൈ ആക്കിയിട്ട് ഉണക്കിയിട്ട് പൊടിച്ചെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അരച്ചെടുത്തിട്ട് നമ്മൾ ആ ഹെയറിന് എവിടെയാണോ മുടിക്കായുള്ള വെച്ചാൽ ആ ഭാഗത്തേക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ വരുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ മുടിക്കായന്റെ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ആഴ്ചയിൽ ഒരിക്കലും സ്റ്റീമിങ് ചെയ്യുക. നമുക്ക് ഹോട്ട് ഓയിൽ മസാജ് ഒക്കെ ഉണ്ടല്ലോ, അതേപോലെയൊക്കെ ചെയ്ത് കൊടുത്താൽ തന്നെ ഇതിന് നല്ല മാറ്റം കാണും. ഒരുപാടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഡോക്ടറെ കാണിക്കുക. അല്ല ഒരു നമ്മൾ മൊത്തം മുടി എടുക്കുക, ഒരു 10-15 എണ്ണം നമുക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇനിയുള്ള കാര്യത്തിൽ ഒനിയൻ ആഡ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു മാറ്റം നമ്മുടെ മുടിയിൽ കാണും. അപ്പോൾ എനിക്ക് അതൊക്കെ സ്റ്റോപ്പ് ചെയ്തതിനു ശേഷമാണ് ഇതേപോലെ മുടിക്കായ വന്നു തുടങ്ങിയത്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഡെയിലി പാക്ക് ഒന്നും ഇടരുത്. ഡെയിലി എന്ന് വെച്ചാൽ ആ ഒരു ഈർപ്പം എപ്പോഴും ഇങ്ങനെ മുടിയിൽ നിൽക്കരുത്. അതാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് നിങ്ങൾ പാക്ക് ഇടാൻ വേണ്ടി പറയുന്നത്. റെഗുലർ ആയിട്ട് പാക്ക് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതേപോലെ മുടിക്കായ വരുന്നത് ഈർപ്പം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ വരും. അപ്പോൾ നിങ്ങൾ പാക്ക് ഇടുമ്പോൾ അതിലേതെങ്കിലും ഒരു ദിവസം ഒനിയന്റെ പാക്ക് ചൂസ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ഒരു മുടിക്കായന്റെ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി കഴിയും. അതുപോലെ നമുക്ക് ലെമൺ ജ്യൂസും ആഡ് ചെയ്യാം കേട്ടോ. ലെമൺ ജ്യൂസ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാണ്ട് എന്തിനെങ്കിലും ഒപ്പം ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാൻ വേണ്ടി കഴിയും. പിന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഷാമ്പു എടുക്കുമല്ലോ. നിങ്ങൾ ഏതാണോ ഷാമ്പു ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ ഒരു ഷാമ്പു എടുക്കുക. അത് നമ്മൾ ഡയലൂട്ട് ചെയ്യുമല്ലോ. ആ ഡയലൂട്ട് ചെയ്യുന്നതിലേക്ക് 2-3 സ്പൂണ് നമ്മൾ ഇഞ്ചി ഒന്നെങ്കിൽ കുത്തി പിഴിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ മിക്സിലിട്ട് ബ്ലെൻഡ് ചെയ്ത് അതിന്റെ നീര് ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ആ ഡയലൂട്ട് ചെയ്ത് ഡയറക്റ്റ് ഷാമ്പുവും ഈ ഒരു ഇഞ്ചി നീരും കൂടി അല്ല ആഡ് ചെയ്യുന്നത്. നമ്മളൊരു പാത്രത്തിൽ നിങ്ങൾ എത്രയാണോ ഡയലൂട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന വെള്ളം എടുക്കുക, അതിലേക്ക് ഷാമ്പു യൂസ് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ 1-2 സ്പൂൺ, അതായത് നിങ്ങളെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഒരുപാട് ഇതേപോലെ കായ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാച്ചാൽ ഒരു 2 സ്പൂൺ എടുക്കുക. അല്ലെങ്കിൽ കുറച്ചുള്ളൂ, ഒരു 10-15 എണ്ണൊക്കെ ഉള്ളെങ്കിൽ 1 സ്പൂൺ എടുത്താൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മളെ ഹെയറിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്യുക. നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുടിക്കായ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഭയങ്കര ഫ്രിസി ആയിട്ടും ചകിരി പോലൊക്കെ നിൽക്കുന്നതിന്റെ ഇങ്ങനത്തെ കുറച്ച് കാരണം കൊണ്ടാണ്. നമുക്കൊന്ന് വരുന്ന സ്പ്ലിറ്ററാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മുടിക്കായന്റെ പ്രശ്നം കൂടിയാണ്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. താഴേക്ക് കറക്റ്റ് ആയിട്ട് നല്ല നീളത്തിൽ തന്നെ നിന്നോളൂ. ഈ വളഞ്ഞൊടിഞ്ഞ് നിൽക്കുന്ന ഒരു പ്രശ്നം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി വരുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.